ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞാൻ സമ്മതിച്ചില്ല. സംഭവ സ്ഥലം കാണണമെന്നും പ്രതികളെന്ന് സംശയിക്കുന്നവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ദി വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ട്രാൻസ്ഫർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി ഇവിടെ ഉണ്ടെന്നല്ലേ? ഇവിടെ വിജയിച്ചത് ദിലീപ് എന്നൊരു വ്യക്തിയല്ല, മറിച്ച് പണമാണ്. ഈ പണത്തിന് ഇന്ത്യൻ ലോ പ്രോസിക്യൂഷൻ തന്നെ വിലക്കെടുക്കാനുള്ളൊരു കഴിവാണ് കണ്ടത്. ദിലീപ് കുറ്റക്കാരനാണെന്ന് ദിലീപിന് പോലും ഉറപ്പുള്ളൊരു കേസാണ്. കഥ തുടങ്ങുന്നത് മഞ്ജു വാര്യരിൽ നിന്നാണ്. ദിലീപ് പറഞ്ഞ പോലെ മഞ്ജു വാര്യർ പറഞ്ഞതാണ് ആദ്യം ഗൂഢാലോചന എന്ന് പറഞ്ഞാണ് അവിടെ നിന്നാണ് കേസ് തുടങ്ങിയത്. ദിലീപ് കുറ്റക്കാരനല്ലാന്ന് ഒരുപാട് ഫാൻസാണ് പറയുന്നത്. അതല്ലാതെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല. ഈ ജഡ്ജസ് ഇന്ന് വിധി പ്രഖ്യാപിച്ച ജഡ്ജെടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമാണ്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ റാതി വെച്ച് പോകണമായിരുന്നു. അതല്ലാതെ ഒരു ലോന മനുഷ്യന്മാർക്കുള്ളൊരു വിശ്വാസത്തിനാണ് ഇല്ലാതാക്കിയത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമുള്ളൊരു കാര്യമാണ്. എപ്പോഴും പറയുന്നുണ്ട് സ്ത്രീകൾക്കാണ് മുൻകൂറ്റം. പണമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മുൻകൂറ്റം. സ്ത്രീകൾക്ക് വളരെ ചെരുപ്പിൻ്റെ അടിവരെ കിട്ടും. അതാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇതും പറയുന്നത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ഈ വിധിയിലോട്ട്. ഇനി മേൽക്കൂല അപ്പീൽ പോയിട്ട് ഇനി ഏത് കാലത്താണ് തെളിയുന്നത്? ഒരു കേസ് തെളിയാൻ 9 വർഷം എടുത്തു. ഈ 9 വർഷത്തിലും എന്ത് ചെയ്യാനാ? പ്രോസിക്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ 6 പേർക്ക് ശിക്ഷ വിധിച്ചു. 6 പേർക്കും കൂടി ശിക്ഷ വിധിച്ചില്ലെങ്കിൽ ഇത് കള്ളക്കേസാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇത് മുമ്പേ ഉള്ള കാര്യമാണ്. എല്ലാം ഈ ദിലീപ് കോടതിക്ക് കയറുന്ന മുമ്പാണ് ഈ വിധി വരുന്നത് എല്ലാം അറിഞ്ഞിരിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടുള്ള പ്ലാനിലൂടെയാണ് ഇത് പോയത്. ഈ ലോകം നന്നാവില്ല, ഈ നാട് നന്നാവില്ല, ഈ നാട് നന്നാവില്ല, ഈ നാട് ഒരു കാലത്തും നന്നാവില്ല. ഈ പണത്തിൻ്റെ ഈ പ്രതികൾ കിങ് മേക്കേഴ്സാണ് ഇവന്മാരൊക്കെ. ഈ അമ്മാരെന്ന സംഘടന പോലും ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. അതാണ് ദിലീപ് എന്നൊരു വ്യക്തിൻ്റെ പവർ. ഞാനൊരു വീഡിയോ കണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ? ആർക്കാണ്? നമ്മളെ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണോ അല്ല സിവിൽസിനാണോ അതല്ലാതെ പിന്നെ ഈ കോർട്ടിനാണോ ദിലീപിനാണോ? ഞാൻ പറഞ്ഞ ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ. പ്രോസിക്യൂഷൻ പോലും വിലക്ക് മേടിക്കാൻ പറ്റുന്ന ദിലീപിനുള്ളത്ര പവറൊന്നും നമ്മൾ ഈ കേരള ഗവൺമെൻറ്റും ഇല്ല, കേരള പോലീസും ഇല്ല, പ്രോസിക്യൂഷനും ഇല്ല. വല്ലാത്തൊരു വിഷമുള്ളൊരു കേസായി പോയി മാറ്റിപ്പോയി. ഒരു എല്ലാവരെയും ഒരു വിശ്വാസം തകർന്നു പോയി. ഇനി പണമുള്ളവർ എന്തും ചെയ്യാനുള്ളൊരു അഹങ്കാരം വന്നുപോയി. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ പറയായിരിക്കും കുറെ ആൾക്കാർ മേൽക്കൂടി പോയി തെളിയിക്കട്ടെ എന്ന്. ഈ പണത്തിന്റെ ഈ പണച്ചാക്ക് കൊണ്ട് എങ്ങനെ തെളിയിക്കാനാ? ജഡ്ജസിന് പണം കിട്ടി ഞാൻ പറയുന്നില്ല. പക്ഷേ ഭീഷണിപ്പെടുത്തിയുണ്ടാവും, കൊല്ലുന്നിട്ട് ഭീഷണിപ്പെടുത്തിയുണ്ടാവും. അതിന്റെ മുമ്പിൽ ജഡ്ജ് മുത്തുകുത്തി. അത്രേ എനിക്ക് പറയാനുള്ളൂ. സത്യം ഒരു നാൾ തെളിയിക്കപ്പെടും. ആ സമയത്ത് ഈ ജഡ്ജസും ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ഒരു കണ്ണീരോട് കാണും. അത് വേറെ കാര്യം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. നമസ്കാരം പറഞ്ഞതിന് മുമ്പ് ഈ ദിലീപ് എന്നുള്ള ഒരു വ്യക്തിനടുത്ത് എനിക്ക് യാതൊരു ദേഷ്യമോ വിദ്വേഷമോ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. സംഭവം ശരിയാണ്. പക്ഷെ എനിക്കുള്ള കാര്യം ഇന്ത്യ മാരടുത്ത് നീട്ടി നടപ്പിലാക്കണം.
അതുമാത്രമല്ല സത്യങ്ങൾ തെളിയണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.